ദേശീയ പെൻഷൻ സ്കീം, പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്ന പെൻഷൻ സ്കീം നടപ്പിലാക്കി. അവിടെയൊക്കെ ഇവരുടെ ജീവനക്കാരില്ലേ, ഇവരുടെ സംഘടനകളില്ലേ? അവിടെ എന്താ സമരം നടത്താത്തത്? 90% ജീവനക്കാരെ ബാധിക്കത്തക്ക വിധത്തിലുള്ള ഒരു സ്കീം നടപ്പിലാക്കിയിട്ട് അവിടെ ഒന്നും എതിർപ്പില്ല. ഇവിടെ സമരം. ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ദേശീയ പെൻഷൻ സ്കീമിനെതിരെ സമരം നടത്തുന്നവർ നാളെ ദുഃഖിക്കേണ്ടി വരും, നാളെ തെറ്റ് സമ്മതിക്കേണ്ടി വരും, നാളെ നാണം കെടേണ്ടി വരും. കമ്പ്യൂട്ടർ വിരുദ്ധ സമരം നടത്തിയില്ലേ? എന്തായി? ഇന്ന് കമ്പ്യൂട്ടർ വിരുദ്ധ സമരം നടത്തിയെന്ന് പറയാൻ പോലും ഈ സമരത്തിന് നേതൃത്വം കൊടുത്തവർക്ക് നാണക്കേടാ. എന്തുകൊണ്ടാണ്? അതൊരു കാലഘട്ടത്തിന്റെ വ്യവസ്ഥിതിക്കെതിരായി, വളർച്ചയ്ക്കെതിരായിട്ടുള്ള സമരമായിരുന്നു. അത് ഇന്ന് തലമുറ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പക്ഷെ നമുക്കതിന് നഷ്ടമുണ്ടായി. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത വെച്ചാൽ IT രംഗത്ത് കേരളമായിരുന്നു മുമ്പിൽ വരേണ്ടത്. ഇന്ന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് കർണാടകമാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് കർണാടകയുടെ IT എക്സ്പോർട്ട് 77,000 കോടി രൂപയാണ്. കേരളത്തിൻ്റെ 3,260 കോടി രൂപ. ആരാണ് ഇതിന് ഉത്തരവാദി? എന്തിനാണ് ഈ പെൻഷൻ സ്കീം നടപ്പിലാക്കുന്നതെന്ന്, പുതിയ പെൻഷൻ സ്കീം നടപ്പിലാക്കുന്നതെന്ന് ഗവൺമെൻറ് വളരെ വ്യക്തമാക്കി. കാരണം നമ്മുടെ ശമ്പളവും പെൻഷനും കൂടി ഈ കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ശമ്പളത്തിനും പെൻഷനും കൂടി 80.4%, നമ്മുടെ വരുമാനത്തിൻ്റെ 80.4% വരിക. ശമ്പളവും പെൻഷനും കഴിഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ആകെ കിട്ടുന്നത് 19 ഇതാണ്. ഇനിയും പലിശ കൂടെ കൂട്ടിയാലോ? പലിശ കൂടെ കൂട്ടിയാൽ നമ്മുടെ മുഴുവൻ വരുമാനവും കഴിഞ്ഞ് നമുക്ക് ഏതാണ്ട് 2,981 കോടി രൂപ കടമെടുക്കണം. അപ്പം ശമ്പളം, പെൻഷൻ, പലിശ, ഇത് മൂന്നും നിറവേറ്റാൻ നമ്മുടെ വരുമാനം കൊണ്ട് സാധിക്കുന്നില്ല. 2001, 2002 നമ്മുടെ പെൻഷൻ ബാധ്യതയുടെ 4 ഇരട്ടിയായി. 2011-12 4 ഇരട്ടി. 10 വർഷം കൊണ്ട് നമ്മുടെ ബാധ്യത 4 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. ഇനി അങ്ങോട്ടുള്ള കണക്കുകൾ നോക്കുമ്പം ഭീകരമായിട്ടുള്ള സ്ഥിതിയാണുള്ളത്. അപ്പോഴാണ് ഇന്ന് സേവനം നടത്തുന്നതിൻ്റെ പേരിലുള്ള നാളത്തെ ബാധ്യത അടുത്ത തലമുറയ്ക്ക് മാറ്റിക്കൊടുക്കുന്നത് ശരിയല്ല എന്ന തത്വത്തിൻ്റെ പേരിലാണ് ഈ പുതിയ പെൻഷൻ സ്കീം വന്നിരിക്കുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയാണ് ഇന്നത്തെ ജീവനക്കാർ സേവനം അനുഷ്ഠിക്കുന്നത്. അതിന് കൊടുക്കേണ്ട പ്രതിഫലം അടുത്ത തലമുറയിലേക്ക് നമ്മൾ മാറ്റിക്കൊടുക്കുന്നത് ശരിയല്ല. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അത് താങ്ങാൻ പറ്റുന്ന ബാധ്യതയായിരുന്നു. ഇനി താങ്ങാൻ പറ്റാത്ത ബാധ്യത പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇത് പൂർണ്ണമായും ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. ഗവൺമെൻറ്റിന് ഒരു നേട്ടവുമില്ല. അടുത്ത 25 കൊല്ലത്തേക്ക് ഗവൺമെൻറ്റിന് ബാധ്യത മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് കൊടുക്കുന്ന ശമ്പളത്തിന് പുറമെ 10% കൂടി ഈ പെൻഷൻ ഫണ്ടിലേക്ക് അടയ്ക്കണം. അല്ലാതെ ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ബാധ്യത മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമൊന്നുമല്ല. ഇതിപ്പം അധിക ബാധ്യത നമ്മൾ ഏറ്റെടുക്കുക, 10% കൂടെ കൂടുതൽ അടയ്ക്കുക. എന്തിനാ? നാളത്തെ നമ്മുടെ സാമ്പത്തിക മാനേജ്മെൻറ്റ് നേരെ പോകണമെങ്കിൽ ഈ ബാധ്യത
അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കരുത് എന്നുള്ളതിൻ്റെ പേരിലാണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ശേഷിക്കുന്ന പീരീഡിൽ നമുക്ക് 10% വെച്ച് അഡീഷണലായിട്ട് കൊടുക്കുക. ശമ്പളത്തിന് എത്രയാകുമോ അതിൻ്റെ 10% കൂടെ കൂടുതൽ കൊടുക്കുക. അപ്പം ഇത് ഗവൺമെൻറ് പൂർണ്ണമായും ശരിയെന്ന് ബോധ്യപ്പെട്ട് കൂടുതൽ ബാധ്യത നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കൂടുതൽ ബാധ്യത ഏറ്റെടുക്കാൻ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ജീവനക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് UDF എന്നും സ്വീകരിച്ചിട്ട്. ഇപ്പം DA കുടിശ്ശികയൊന്നുമില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ശമ്പള കമ്മീഷൻ്റെ മുഴുവൻ അനോമലിയും സംബന്ധിച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു. UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശമ്പള കമ്മീഷൻ്റെ അനോമലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, അത് UDF ഗവൺമെൻറ് തീർക്കേണ്ടതായിരുന്നു. UDF ഗവൺമെൻറ്റിന് ഏതാനും ദിവസം മാത്രമേ കിട്ടിയുള്ളൂ. ഇപ്രാവശ്യത്തെ ശമ്പള കമ്മീഷനും അനോമലി തീർക്കാനുള്ള സാവകാശം ഇടതുമുന്നണി ഗവൺമെൻറ്റിന് കിട്ടിയിരുന്നില്ല. പക്ഷേ ഞങ്ങൾ അവരെടുത്ത സമീപനം എടുത്തില്ല. ജീവനക്കാരുടെ അനോമലി സംബന്ധിച്ച് വന്നിട്ടുള്ള പരാതികളെല്ലാം പരിശോധിച്ച് എല്ലാ കാര്യത്തിലും തീരുമാനമെടുത്തു. എല്ലാം അനുകൂലമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എല്ലാ കാര്യത്തിലും തീരുമാനമെടുത്തു. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കണം, പഠിക്കണം, പരിഹരിക്കണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൻ്റെ ഭാഗമാണ്. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ജീവനക്കാർ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ് LTC, ലീവ് ട്രാവൽ കൺസെഷൻ. UDFൻ്റെ കാലത്തെ ശമ്പള കമ്മീഷന് ഇത് ശുപാർശ ചെയ്തു. 5 കൊല്ലം ഉണ്ടായിട്ട് ഇടതുമുന്നണി ഗവൺമെൻറ് അത് നടപ്പിലാക്കിയില്ല. 5ാമത്തെ കൊല്ലം ധനകാര്യ വകുപ്പ് എഗ്രി ചെയ്ത് LTC ഗവൺമെൻറ് ജീവനക്കാർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് അതിന് ഡ്രാഫ്റ്റ് GOയുമായിട്ട് ധനകാര്യമന്ത്രിയുടെ അടുത്ത് ചെന്നപ്പോൾ ധനകാര്യമന്ത്രി പറഞ്ഞു അത് ഡെഫർ ചെയ്തേക്കാൻ പറഞ്ഞു. കൊടുത്തില്ല. ശമ്പള കമ്മീഷൻ്റെ ശുപാർശ ഉണ്ടായിരുന്നു, ധനകാര്യ വകുപ്പ് എഗ്രി ചെയ്തു, ഡ്രാഫ്റ്റ് GO ഉണ്ടാക്കി, പക്ഷേ ഡെഫർ ചെയ്തു. ഈ ഗവൺമെൻറ് ഈ ശമ്പള കമ്മീഷൻ്റെ ഇടതുമുന്നണി വെച്ച ശമ്പള കമ്മീഷൻ്റെയും ശുപാർശയിൽ LTC ഉണ്ടായിരുന്നു. ഞങ്ങൾ അവർക്ക് അനുവദിച്ചു ഉത്തരവ് കൊടുത്തു. എന്താ, ജീവനക്കാരുടെ കാര്യങ്ങളിൽ കഴിയുന്നത്ര സാധിക്കുന്ന കാര്യം ചെയ്യണം എന്നതിൻ്റെ പേരിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ജീവനക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. പക്ഷേ തങ്ങളെ ഒരു വിധത്തിലും ബാധിക്കാത്ത ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ അവർ സമരം ചെയ്യുന്നത്. സമരം ചെയ്യാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു സമീപനം മാത്രമേ അതിനെടുത്തിട്ടുള്ളൂ. ആർക്ക് വേണമെങ്കിലും സമരം ചെയ്യാം, നോ വർക്ക് നോ പേ. അതല്ലാതെ വേറെ ഒരു തടസ്സവും സമരം ചെയ്യുന്നതിൻ്റെ പേരിലുണ്ടാവില്ല. ജോലിക്കെത്തുന്ന ജീവനക്കാരെ തടയുകയോ അക്രമം കാട്ടുകയോ പൊതുമുതൽ നശിപ്പിക്കുകയോ ചെയ്താൽ നിയമ നടപടികൾ കർശനമായിരിക്കും. അതേസമയത്ത് പണിമുടക്കാനുള്ള സ്വാതന്ത്ര്യം ആര് എടുത്താലും അതിന് അവർക്ക് പൂർണ്ണമായിട്ട് അവകാശപ്പെട്ടതാണ്. അതിനെ ആരും ചോദ്യം ചെയ്യത്തില്ല. അക്രമ ഭീഷണിയിലൂടെ ബലം പ്രയോഗിച്ച് തടഞ്ഞ് ജീവനക്കാരെ കയറ്റാതിരിക്കാൻ ശ്രമിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഗവൺമെൻറ്റിന് ഒരിക്കലും സാധ്യമല്ല. ഗവൺമെൻറ്റിൻ്റെ ചില പ്രവർത്തനങ്ങളുണ്ട്, ജനങ്ങളെ ബാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് തടസ്സപ്പെടുത്താൻ സമരത്തിൻ്റെ പേരിൽ ഒരിക്കലും ഗവൺമെൻറ് സമ്മതിക്കത്തില്ല. ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള SSLC പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കേണ്ട സമയമാണ്. ഇപ്പോഴേ ആരംഭിച്ചാലേ നമുക്ക് നല്ല രീതിയിൽ ആ പരീക്ഷ നടത്താൻ സാധിക്കും. 5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷയാണ്. അതുപോലുള്ള കാര്യങ്ങൾ ഒരു വിധത്തിലും ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ അനുവദിക്കില്ല. അതിനൊക്കെ വേണ്ട ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും.